പ്രധാനമന്ത്രിയുടെ കണ്ണിൽ ഭയം നിഴലിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്നു. കഴുത്തിനു പിടിച്ച് അമേരിക്ക വ്യാപാര കരാറിൽ ഒപ്പിടിച്ചിരിക്കുന്നു. ഇന്ത്യയെ വിറ്റുതുലച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ നാടകീയ സംഭവവികാസങ്ങൾക്കെല്ലാം ശേഷം ഇന്ന് ലോക്സഭയിൽ സംസാരിക്കാൻ സമയം അനുവദിച്ചപ്പോൾ ആ അവസരം രാഹുൽ ഗാന്ധി ഒട്ടും പാഴാക്കിയില്ല. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചു. രാഹുലിന്റെ പ്രസംഗത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും എപ്സ്റ്റീൻ ഫയലും നിറഞ്ഞു നിന്നു. എപ്സ്റ്റീൻ ഫയലിലെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അടക്കം പേരുകൾ രാഹുൽ എടുത്തു പറഞ്ഞപ്പോൾ ഭരണപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. പരമാവധി പ്രതിരോധിക്കാൻ ശ്രമിച്ചു. സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്നും എന്ന റൂളിങ്ങിനിടയിലും രാഹുൽ പക്ഷേ പറയാനുള്ളതെല്ലാം പറഞ്ഞു. പ്രതിരോധിക്കാൻ ഒന്നുമില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെ ആവോളം പരിഹസിച്ചായിരുന്നു എന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി നടത്തിയ വാർത്താ സമ്മേളനവും. കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയോ രാഹുൽ? പരിഹാസങ്ങൾക്കപ്പുറം ഒരു മറുപടിയില്ലേ? ഈ വ്യാപാര കരാറിലൂടെ ഭാരതമാതാവിനെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് വിറ്റു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യയെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. ഇന്ത്യൻ ജനതയെ അമേരിക്കയ്ക്ക് തീരെഴുതുന്ന കരാറിൽ മോദിയുടെ കഴുത്തിനു പിടിച്ചാണ് ട്രംപ് ഒപ്പിടിച്ചതെന്നും രാഹുൽ വിമർശിച്ചു. രാഹുലിന്റെ വാക്കുകളിലേക്ക്. You have sold our mother, Bharat Mata. Do you have no shame? But sir, the interesting thing is, the interesting thing is that I know that the Prime Minister would not sell India under normal circumstances. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുള്ള രാഹുലിന്റെ പ്രസംഗം ഭരണപക്ഷം പലവട്ടം തടസ്സപ്പെടുത്തി. ഓരോ പ്രയോഗത്തിലും കിരൺ റിജിജു ഇടപെട്ടു. ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയെയാണ് രാജ്യത്തിന് കിട്ടിയതെന്നും ഭരണപക്ഷത്തിന്റെ വാദം ആന്നിടയ്ക്കായിരുന്നു. എപ്സ്റ്റീൻ ഫയൽ അടക്കം രാഹുൽ ഉന്നയിച്ചതോടെ അപകീർത്തികരമായ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്ന് ചെയറിന്റെ റൂളിംഗും ഉണ്ടായി. What is your point of order? बिल्कुल. What is your point? गलत बयानी करना इनके हाथ में नहीं है. टिपिकली सुनाते हैं. श्री प्रहलाद जोशी जी, किरण रिजिजू जी, हम लोगों ने बार-बार कहा. हम लोग बहुत शांति से पार्लियामेंट्री अफेयर्स मिनिस्टर, I am very पूरा सदन सुन रहा है. पार्लियामेंट्री अफेयर्स मिनिस्टर साहब, इनको हम आपको डिस्टर्ब नहीं करना चाहते हैं. രാഹുലിന്റെ ആരോപണത്തിന് പിന്നാലെ എപ്സ്റ്റീനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സമ്മതിച്ചു. 8 വർഷം ന്യൂയോർക്കിൽ ഉണ്ടായിരുന്ന താൻ ജോലി ചെയ്ത സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എപ്സ്റ്റീനെ കണ്ടത്. രാഹുൽ ഗാന്ധി കോമാളിയും വിശ്വാസതയില്ലാത്ത നേതാവുമാണ് എന്ന് ഹർദീപ് സിംഗ് പുരി പരിഹസിക്കുകയും ചെയ്തു. ഹർദീപ് സിംഗ് പുരിയുടെ വാക്കുകളിൽ. 3 million emails have been released. All right? In these 3 million emails, I am in New York for 8 years. Okay? We are talking about the period 2009, May, when I joined as India's ambassador to the UN in New York, and when I became a minister in 2017. Then there are references to possibly 3 or 4 meetings in 8 years. Now, all this I had sent in a note to Mr. Rahul Gandhi, hoping that he will understand. But periodically, Priyanka ji से आपके मंत्री महोदय का भी नाम एप्स्टाइन फाइल्स में आया. अरे भाई, और पढ़ तो लो कहाँ पे फाइल आया है. സനീഷ്, ഇതിപ്പോൾ ഇതാണ് പാർലമെന്റിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കാനുള്ള ശ്രമം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ നിരന്തരം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ചൈനയുടെ ഇവിടേക്കുള്ള കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട്, ഗാൽവാൻ താഴ്വരയിലേക്കുള്ള കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നരവനയുടെ പുസ്തകത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ട് ആ ഒരൊറ്റ പോയിന്റ് ഒരു തരത്തിലും ഉന്നയിക്കരുതെന്ന് തീരുമാനിച്ചത് കൊണ്ട് അത് ഉന്നയിക്കാൻ അനുവദിച്ചില്ല. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആ പോയിന്റ് വിട്ടിട്ട് മറ്റു പോയിന്റുകളിലാണ് പിടിച്ചത്. നിരന്തരം രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇന്നത്തെ ഈ പരാമർശങ്ങളെക്കുറിച്ചും അതിനോടുള്ള പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ എന്താണ് സനീഷിന് തോന്നുന്നത്? ഇത് ശരിക്കും വർഷം, അതായത് ഒരു 5 വർഷം മുമ്പ് പോട്ടെ, 2 വർഷം മുമ്പ് പോലും അവിശ്വസനീയമായി നടക്കുമെന്ന് നമുക്ക് തോന്നിയില്ലാത്തൊരു പെർഫോമൻസ് എന്ന് രാഹുൽ ഗാന്ധി നടത്തിയത്. അതായത് ഭാരത് മാതായെ നിങ്ങൾ വിറ്റില്ലേ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. എന്തൊരു അടിയാണെന്ന് ആലോചിച്ച് നോക്കത്. അതായത് ഈ ദേശീയത, ഭാരത് മാത തുടങ്ങിയ ബിംബങ്ങൾ BJPയുടേതാണ്. അവരുടെ ബടി അവരുടെ കൈവശത്ത് നിന്ന് വാങ്ങിയിട്ട് അവരെ തിരിച്ചു തള്ളുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഹർഷ, അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ നരവാനയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടേ ഇല്ല എന്ന് പെൻഗ്വിൻ റാൻഡം ഹൗസ് എന്ന് പറയുകയാണ്. എന്നിട്ട് അതാണ് ശരി എന്ന് നരവാന തന്നെ പറയുകയാണ്.
എന്നിട്ടൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഒരാളാണെങ്കിൽ അവിടെ ഒന്ന് ക്ഷീണിച്ചു പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധി അവിടെ ഒട്ടും ക്ഷീണമില്ലാതെ അടുത്ത വിഷയം എടുത്തിട്ട് അവരുടെ വടി വാങ്ങിയിട്ട് അവരെ തിരിച്ചടിക്കുകയാണ്. ഞാനതാ പറഞ്ഞ ഒരു 5 വർഷം മുമ്പോ 2 വർഷം മുമ്പോ ഈ തരത്തിലുള്ള ഒരു ആക്രമിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തായാലും പാർലമെന്റിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഈ നമ്മുടെ അമ്മയെ വിറ്റു, ഭാരതത്തെ വിറ്റു, ലജ്ജയില്ലേ നിങ്ങൾക്ക് എന്നാണ് അദ്ദേഹം ഭരണപക്ഷത്തോട് ചോദിക്കുന്നത്. നോക്കൂ, ഒരു ഭരണപക്ഷം വലിയ നല്ല അധികാരത്തിൻ്റെയും നമ്പരുടെയും കരുത്തുള്ള ഭരണപക്ഷത്തിലെ ആൾ വലുപ്പച്ചെറുപ്പ വ്യത്യാസമില്ലാതെ രാഹുൽ ഗാന്ധി എന്ന ഒറ്റ മനുഷ്യനെതിരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്പീക്കർ അവിടെ നിന്നിട്ട് ചെയർ അവിടെ നിന്നിട്ട് ഇടപെടുകയാണ്. അതേസമയം താഴെ നിന്ന് ഈ പുറത്തുള്ള ആളുകളാണെങ്കിൽ അവരും ഇടപെടുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടലുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു പോകുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ അവിടെ കണ്ടത്. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനകത്തൂടെ വളരെ കൃത്യമായിട്ട് തന്നെ കാര്യം പറഞ്ഞു. അതായത് ഇവരുടെ അമേരിക്കയുടെ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, എത്ര സാമ്പത്തിക നഷ്ടമുണ്ടാകാം, രാജ്യത്തെ കർഷകർക്ക് ഏത് തരത്തിൽ അത് ബാധിക്കാം, രാജ്യത്തെ കർഷകർക്ക് അവരുടെ ജീവിത സംഗതികളും തടസ്സപ്പെടുന്ന വിധത്തിൽ ഇവിടെ ഈ പറയുന്ന അമേരിക്കയുടെ വിപണി, അദ്ദേഹം വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു. അതായത് അമേരിക്കയോട് നമ്മൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ബാധ്യതയുണ്ട്, അവർക്ക് ഇവിടെ വിപണി തുറന്നു കൊടുക്കണമെന്ന ബാധ്യതയുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് നമ്മളെ സഹായിക്കണം, നമ്മുടെ വിപണി വലുതാക്കണമെന്ന ബാധ്യത അമേരിക്കയ്ക്കില്ല എന്ന തരത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾ മുന്നോട്ട് വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഹർഷ, അതായത് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നതായിട്ടാണ് തോന്നുക. അദ്ദേഹം 8 വർഷം ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം എപ്സ്റ്റീനെ മായിട്ടുള്ള ഇമെയിലുകൾ നിങ്ങൾ നോക്കൂ. 3.5 മില്യണോ മെയിലുകൾ ആകെപ്പാടെ എപ്സ്റ്റീൻ ഫയൽസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിസ്സാരമായിട്ട് 2-3 മെയിലാണ് തൻ്റെ പേര് പരാമർശിക്കുന്നതും താനുമായിട്ട് ബന്ധമുള്ളത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിക്കുക, കേന്ദ്രമന്ത്രിയെ അവിശ്വസിക്കേണ്ടതാ, അത് എപ്സ്റ്റീൻ ഫയലിൽ അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഹർഷ, എപ്സ്റ്റീൻ ഫയൽസിനകത്ത് പേര് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേയറ്റം അപകടകരമായൊരു കാലത്താണ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരുന്നത് എന്നത് നിശ്ചയമായിട്ടും ഒരു തിരിച്ചടിയാണ്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഹർദീപ് സിംഗ് പുരിക്ക് മാത്രമല്ല, അത് കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. എപ്സ്റ്റീൻ ഫയൽസിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ട് എന്നത്. ഇത് എപ്സ്റ്റീനെ കണ്ടിട്ടുണ്ട് എന്നതാണ് ഹർദീപ് സിംഗ് പുരിയുടെ സമ്മതം. ഇതിപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണെങ്കിൽ അങ്ങനെയില്ല. അതായത് എപ്സ്റ്റീൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് മോദി പെരുമാറി എന്ന ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ടില്ല, എപ്സ്റ്റീൻ പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ഹർദീപ് സിംഗ് പുരിയുടെ കാര്യം അങ്ങനെയല്ല. അതുകൊണ്ട് എളുപ്പമല്ല. അതിലെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ് ഹർഷ, അതായത് ഹർദീപ് സിംഗ് പുരിയും നരേന്ദ്രമോദിയുടെയും പേര് എപ്സ്റ്റീൻ ഫയൽസിൽ വന്നിരിക്കുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് നെഗറ്റീവായിട്ടുള്ള കാര്യം. എപ്സ്റ്റീൻ ഫയൽസിൽ പേര് വരാത്ത ഒരാൾ രാഹുൽ ഗാന്ധി എന്നതാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശക്തമായ പാർട്ടികളിൽ ഒന്നിൻ്റെ, രാജ്യം ഉണ്ടാക്കിയ ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന രാഹുൽ ഗാന്ധി, ആ നിലയ്ക്ക് ലോകരാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള രാഹുൽ ഗാന്ധിയുടെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ ഇല്ല. എപ്സ്റ്റീൻ ഫയൽസിൽ പേരില്ലാത്ത നേതാക്കൾ എന്നത് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ശക്തിപ്രകടനമാണ്. നമ്മൾ ഒരുപാട് വീഡിയോയും ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശേഷിയുള്ള, എന്ന് വെച്ചാൽ അതിനകത്ത് പേരില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, പക്ഷേ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട രാഹുൽ ഗാന്ധിയെ എതിരിടുന്ന ഭരണപക്ഷവുമല്ല ഇപ്പോഴുള്ളതെന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന സംഭവമാണ് ഇന്ന് അതിനകത്തുള്ളത്. ഇപ്പോൾ കൃത്യമായിട്ട് ഇന്നിപ്പോൾ വന്ദേ മാതരം, നമ്മുടെ ദേശീയ ഗീതം, അതിന് ദേശീയ ഗാനത്തിൻ്റെ തന്നെ പ്രോട്ടോക്കോൾ പാലിക്കണം എന്നതിൻ്റെ ചട്ടങ്ങൾ പുറത്തേക്ക് വന്ന ദിവസമാണിന്ന്. അതായത് 3 മിനിറ്റോളമുള്ള ഈ വന്ദേ മാതരം ചൊല്ലുന്നത് നമ്മുടെ ഓരോ പൊതുപരിപാടിയുടെയും ഭാഗമായിട്ട് ദേശീയ ഗാനം ജനഗണമന ചൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഇതുകൂടെ ചൊല്ലണം എന്ന് കൃത്യമായിട്ട് അതിൻ്റെ ചട്ടങ്ങൾ എഴുതി പുറത്തേക്ക് പ്രസിദ്ധീകരിച്ച് ഈ പറയുന്ന രാജ്യത്തെ അറിയിച്ച ദിവസമാണ്. എന്ന് വെച്ചാൽ ദേശീയത എന്ന് പറയുന്ന നമ്മുടെ ദേശസ്നേഹം, ദേശീയതാ ബോധം എന്നതിന് ഒരു ചട്ടക്കൂടുകൂടെ വരികയും രാജ്യമാകപ്പാടെ തന്നെയും നമ്മുടെ ദേശസ്നേഹത്തെ ഒന്നുകൂടെ ഉന്മുഖരാക്കുകയും ചെയ്തൊരു കാലത്താണ്. അതേ ദിവസമാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഭാരത് മാതായെ വിറ്റു എന്ന അങ്ങേയറ്റം അഗ്രസീവായിട്ടുള്ള അടിയടിക്കുന്നത് എന്നതാണ് ഞാൻ വിചാരിക്കുന്ന ഈ ദിവസത്തെ ഒരു പ്രത്യേകത. രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ കരുത്ത്, ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്നിട്ട് നേർക്കുനേർ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കേണ്ടുന്ന ഒരു സ്റ്റേച്ചറിലേക്ക് രാഹുൽ ഗാന്ധി സ്വയം ഉയർത്തി വെച്ചിരിക്കുന്നു എന്നുകൂടെ നമ്മൾ കാണണം. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകം സംബന്ധിച്ച് തിരിച്ചടിയുണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള പുസ്തകമാണ്. അതിനകത്തുള്ള ഈ പറയുന്ന നരവാനെ പറഞ്ഞ പോയിന്റിനെ ഇവരാരും തള്ളുന്നില്ല, നരവാനെയും തള്ളുന്നില്ല, പെൻഗ്വിൻ ബുക്സും തള്ളുന്നില്ല, ഈ പറയുന്ന കേന്ദ്ര സർക്കാരും തള്ളുന്നില്ല. പക്ഷേ ആ പുസ്തകം സംബന്ധിച്ച് ഇങ്ങനെയില്ല എന്നൊക്കെ പറഞ്ഞൊരു കേസൊക്കെ ഉണ്ടാക്കിയിട്ട് വേറൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ പോകും
നോക്കുമ്പോൾ തന്നെയാണ് പക്ഷേ അതിൽ ക്ഷീണിക്കാത്ത രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോയിൻ്റായിട്ട് ആഞ്ഞടിക്കുന്നത് എന്താണ് ഇതിനകത്ത് വളരെ സവിശേഷമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ദിവസം രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ട്, അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിൻ്റെ പുസ്തകത്തിലെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ട് എഴുതി വെക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ സനീഷ് നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോയിന്റുകൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം എല്ലാ ആയുധങ്ങളും സംഘപരിവാറിൻ്റെയോ BJP-യുടെയോ തന്നെയായിരുന്നു. ആ ആയുധങ്ങൾ എടുത്താണ് തിരിച്ച് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നതാണ് ഇന്നത്തെ പ്രസംഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ദേശസ്നേഹം അടക്കമുള്ള, അതായത് ഏറ്റവും വലിയൊരു ദേശസ്നേഹി വേണമെങ്കിൽ ഈ എന്താണ് നാഷണലിസത്തിൻ്റെ സ്വഭാവത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആ സ്വഭാവത്തിൽ തന്നെ ആ വിഷയത്തെ അവതരിപ്പിച്ച് ആണ് ഇന്നിപ്പം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പെർഫോം ചെയ്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ India-US കരാറുമായി ബന്ധപ്പെടുത്തി ഈ ഘട്ടത്തിൽ ആ ചർച്ച നടത്തുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംഗതിയാണ്. കാരണം അതേക്കുറിച്ച് വ്യക്തമായൊരു വിശദീകരണത്തിന് ഇതുവരെ കേന്ദ്ര സർക്കാരിന് പറ്റിയിട്ടില്ല. ഇതിൻ്റെ വിവരാവകാശ വിവരങ്ങൾ തന്നെ കൃത്യമായി വന്നിരിക്കുന്നത് അമേരിക്കയിലാണ്. അവിടുത്തെ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് കാര്യങ്ങൾ, അവിടുത്തെ കർഷകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് നിർമ്മാണ മേഖലയ്ക്കൊക്കെ ഗുണം ചെയ്യുന്ന തരത്തിൽ വന്നിരിക്കുന്ന, വാഹന മേഖലയ്ക്കൊക്കെ ഗുണം ചെയ്യുന്ന തരത്തിൽ വന്നിരിക്കുന്ന ഒരു കരാർ എന്ന നിലയ്ക്ക് അവിടെ ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ അത് ആഘോഷിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാരണം എന്താണ് ഇതിലെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമുക്കൊന്ന് ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കാൻ, അല്ലെങ്കിൽ വേണ്ട എന്ന് വയ്ക്കാൻ. അതേ പറയുന്നത് ഈ ബജറ്റിനൊപ്പം ഈ വ്യാപാര കരാർ കൂടി സംഭവിച്ചതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അതിലെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഈ പ്രസംഗത്തെ നിരന്തരം തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. പ്രത്യേകിച്ച് കിരൺ റിജിജു എത്ര തവണയാണ് എഴുന്നേറ്റ് എന്ന് നമുക്ക് തന്നെ അറിയില്ല. അദ്ദേഹം അതിൽ ചില സംഗതികളൊക്കെ ഇത് നാണമില്ലേ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ എന്ന് പറയുമ്പോൾ അത് രേഖകൾ നീക്കണം, അത് തെറ്റായ ഒരു പരാമർശമാണ്, മോശം പരാമർശമാണെന്ന് വരെ പറഞ്ഞ് കിരൺ റിജിജു എഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കേട്ടത് മാറിപ്പോയിട്ട് കിരൺ റിജിജു എഴുന്നേറ്റു. അതായത് അങ്ങനെയാണ് പിന്നീട് മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ. അതായത് ഞാൻ തെറ്റായി മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നീട് പിൻവാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തും പ്രതിരോധിക്കുക എന്നുള്ളൊരു സമീപനം ഇന്നിപ്പോൾ ഭരണപക്ഷം, നേരത്തെയും കേന്ദ്രമന്ത്രിമാർ തന്നെയാണ് നേരിട്ട് നിന്ന് രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ അമിത്ഷാ അടക്കമുള്ളവർ പ്രതിരോധിക്കുക. ഇന്നിപ്പോൾ കിരൺ റിജിജുവിനെ തുടർച്ചയായി അത് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നേ ഉള്ളൂ. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ നിലനിൽക്കുന്ന ആശങ്കകളുണ്ടല്ലോ സനീഷ്. അതായത് എന്താണ് ഈ വ്യാപാര കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അമേരിക്ക ഇങ്ങനെ കുത്തിന് പിടിച്ച് ഒപ്പിടിയിച്ചു എന്നാണ് മലയാളത്തിൽ ലളിതമായി രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതിനെ നമുക്ക് എന്താണ് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒപ്പിടിച്ചത് എന്തൊക്കെയാണ്, എന്തെല്ലാം രേഖകളാണ്? നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് എവിടെ നിന്നാണെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം ആലോചിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വില കുറഞ്ഞ എണ്ണ ഇവിടെ കിട്ടും. ഒത്തിരി സാഹിത്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വരുന്നുണ്ട്. എണ്ണ വില കുറഞ്ഞത്, ഇനിയും വില കുറഞ്ഞത് വെനിസ്വേലയിൽ നിന്ന് കിട്ടാൻ പോകുന്നു, US-ൽ നിന്ന് കിട്ടാൻ പോകുന്നു. US പറയുന്നത് US-ൻ്റെയും വെനിസ്വേലയുടെയാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം എന്താണ്? ഇന്നത്തെ യാഥാർത്ഥ്യം ഏറ്റവും വില കുറച്ച് എണ്ണ മേടിക്കാൻ പറ്റുന്നത് റഷ്യ തന്നെ. ഈ ദിവസത്തെ വിലയും കൂടെ ഞാൻ നോക്കിയിട്ടായി പറയുന്നത്. ഏറ്റവും വില കുറച്ച് എണ്ണ മേടിക്കാൻ പറ്റുന്നത് ഈ സാഹചര്യത്തിൽ റഷ്യ തന്നെയാണ്. ഇതിപ്പം ഈ കരാറോടെ ഇതാ എണ്ണ നിർത്തി എന്നല്ല, അമേരിക്ക ഇത് ആവശ്യപ്പെട്ട് തുടങ്ങുമ്പോൾ മുതൽ പയ്യെ പയ്യെ കുറച്ച് കൊണ്ടുവന്നു. കുറച്ച് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ അവിടെ ഈ ആലോചന നടക്കുമ്പോൾ തന്നെ ഈ എണ്ണ വാങ്ങുന്ന, അതായത് ഇന്ത്യ വില കുറച്ച് എണ്ണ വാങ്ങുന്ന നടപടി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വില കൂട്ടിയിട്ടാണ് എണ്ണ വാങ്ങുക. അതിനേക്കാൾ വില കൂടുതലാണ് എന്തായാലും വെനിസ്വേലയുടെയും US-ൻ്റെയും എണ്ണയ്ക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതെന്ന് ഒരു തരത്തിലും ഒരാൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതായത് വാണിജ്യമന്ത്രി വിശദീകരിക്കുന്നില്ല, ഇവിടുത്തെ ധനമന്ത്രി വിശദീകരിക്കുന്നില്ല, വിദേശകാര്യമന്ത്രി വിശദീകരിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് രാജ്യം ഇരുട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി അവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഇത്രയും രൂക്ഷമായ പദപ്രയോഗങ്ങൾ തന്നെ വേണ്ടിവരും എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഇവിടെ നിന്നാണ് ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക? മാത്രമല്ല, ഇപ്പോൾ ഊർജ്ജ മേഖലയിൽ നമുക്കൊരു പക്ഷേ പ്രതിസന്ധി ഉണ്ടാക്കാം. കാർഷിക മേഖലയിലാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കണക്ക് നോക്കുമായിരുന്നു. US-ലെ ഫാമുകളുടെ ആവറേജ് ഫാമിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് 444 ഏക്കർ. അതിൻ്റെ ആവറേജ്. പിന്നെ അതിന് മുകളിലോട്ടുള്ള ഫാമുകളുടെ ഇത് നമുക്ക് പറയാൻ കഴിയില്ല. അത്ര വലിയ വലിയ ഫാമുകളാണ് അവിടെ. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 1.5 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ വരെയുള്ള കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന സംഗതികളാണ് ഇതെല്ലാം. വളരെ അപൂർവം പേർക്കാണ് വലിയ ഫാമുകൾ എന്നുള്ള നിലയ്ക്ക് ഈ കാർഷികോൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടുത്തെ ഉൽപ്പാദനത്തിൻ്റെ ഒരു ഇത് നോക്കിയാൽ ചോളം അമേരിക്കയിലാണെങ്കിൽ 10.5 ടണ്ണാണ് ഒരു ഹെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ അത് 3 ടണ്ണാണ്.
ഈ ഉൽപ്പാദനക്ഷമതയിലെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ്. ഇത് ഇവിടേക്ക് ഇപ്പം നമുക്കിപ്പോൾ ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, ഡയറി പ്രോഡക്ട്സിനൊക്കെ ഇവിടെ നമുക്ക് ഗോതമ്പിന് അല്ലെങ്കിൽ അരിക്ക് ഒക്കെ നിയന്ത്രണമുണ്ട്. അതൊന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത് എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. അതിനെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് എന്താണെന്നുള്ളത് ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അതിനൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അല്ലാത്ത സംഗതികളുണ്ടല്ലോ, 4-5 സ്റ്റേറ്റുകളെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാക്കാൻ കഴിയും. ഇനി വസ്ത്രം കയറ്റുമതി ചെയ്യുന്നത് ഗംഭീരമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആ കരാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ഗംഭീരമാണെന്ന് നമ്മുടെ സാബു പറയുന്നത് കേട്ടു. ഇപ്പോഴത്തെ ഇന്ത്യയുടെ പുതിയ സഹയാത്രികനായിട്ടുള്ള നമ്മുടെ കിറ്റക്സ് സാബു പറയുന്നത് കേട്ടു. ഞാൻ നോക്കിയായിരുന്നു, അതായത് നമ്മുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആരാണ് US-ലേക്ക് ഇത് കയറ്റി അയക്കുന്നതിൽ? അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന് പറഞ്ഞു വരുമ്പോൾ മോസ്റ്റ് ഫേവേർഡ് കൺട്രി ആയിട്ട് ബംഗ്ലാദേശിനെ അവതരിപ്പിക്കുകയും 0% അത് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുമ്പോഴുള്ള നികുതി. അമേരിക്കയിൽ നിന്നുള്ള കോട്ടൺ ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ആ സാധനം കയറ്റി വസ്ത്രങ്ങളാക്കി അങ്ങോട്ട് അയക്കും. അത് വലിയ മത്സരം. അതായത് അതിന് അമേരിക്കയും ബംഗ്ലാദേശും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി എങ്ങനെ വേണം ഇത് കയറ്റി അയക്കാനെന്നുള്ളത്. അവിടെ എങ്ങനെയാണ് ഇന്ത്യൻ പ്രോഡക്റ്റിന് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുക? 18% എന്നുള്ളത് ഇതിൻ്റെ കാര്യം വരുമ്പോൾ അതിൻ്റെ മൊത്തം കണക്കുകളും മറ്റ് സംഗതികളും എല്ലാം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 30% അത് പോകും. അതിൻ്റെ നികുതി ഇപ്പോൾ 18% എന്നുള്ളതാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അത് പല ലെയറിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ നികുതി വർദ്ധിക്കുക ചെയ്യുക. ഇതെങ്ങനെയാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഗാർമെൻറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക? ഇപ്പോൾ തന്നെ ഏതാണ്ട് നമ്മളെക്കാൾ 1.5-2.5 ഇരട്ടിയോളം ബംഗ്ലാദേശ് തന്നെയാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇനിയും പിന്നോട്ടടിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതൊന്നും കണക്ക് കൂട്ടിയിട്ടില്ലേ? ഈ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അത് വിശദീകരിക്കപ്പെടുന്നില്ല. ഇനിയിപ്പോൾ എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യമുണ്ട്. അതിലേക്ക് വരുമ്പോൾ തന്നെ വലിയ വെപ്രാളം ഇവർ കാണിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വിശദീകരിച്ച് പോവുക എന്നുള്ളതല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കല്ലേ? അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തതാണെന്ന് പറയും. ഇപ്പോൾ നരവനയുടെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ പുസ്തകം എടുത്ത് കൈ പിടിക്കുമ്പോൾ ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആ നരവനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവിടെ തീരേണ്ട പ്രശ്നമാണ്. അത് പറയാൻ രാജ്നാഥ് സിംഗിന് പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എപ്സ്റ്റീൻ ഫയൽസിൽ എപ്സ്റ്റീൻ അയച്ചിരിക്കുന്ന ഒരു മെയിലിലാണ് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. അതാണ് ചർച്ചയാവുന്നത് ഇസ്രായേലിൽ പോയതുമായി ബന്ധപ്പെട്ട്. അത് ട്രംപിന് വേണ്ടിയാണ് ഇസ്രായേലിൽ പ്രധാനമന്ത്രി പോയിട്ട് അവിടെ ചില കാര്യങ്ങൾ ചെയ്തതെന്നല്ല, അതിന് പ്രയോഗിച്ചിരിക്കുന്ന ഭാഷ ഡാൻസ് ചെയ്തു എന്നൊക്കെയാണ്. എന്തായാലും ഇതായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ? ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്നു. അതിന് മുന്നോടിയായി തൊട്ട് മുൻപ്, അതായത് 2017 അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പോകുന്നത് എവിടെയാണ്? US-ൽ പോവുകയാണ്. ആ മാസം തന്നെ, അതിന് തൊട്ടടുത്ത മാസം, ഒരു 2 മാസത്തിനിടെ, ഒരു മാസത്തെ ഇടവേളയിലാണ് ഇതെല്ലാം യാത്രകൾ സംഭവിക്കുന്നത്. അവിടെ നിന്ന് 2 ദിവസത്തേക്ക് അദ്ദേഹം ഇസ്രായേലിൽ ചേരുന്നു. ഇസ്രായേലിൽ കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വലിയ ഐക്യ പ്രഖ്യാപനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത്. കൃത്യം 2 ദിവസത്തിനകമാണ് അദ്ദേഹത്തിൻ്റെ ഈ മെയിൽ പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എപ്സ്റ്റീൻ പറയുന്ന മെയിൽ പോകുന്നത്. ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടില്ലാത്ത ആളാണോ എപ്സ്റ്റീൻ? അല്ലല്ലോ. ഈ എപ്സ്റ്റീൻ്റെ ഇത്രയും രേഖകൾ വരുമ്പോൾ അദ്ദേഹം പല ഇടപാടുകളിലും ഇടനിലക്കാരനായി നിൽക്കുന്നയാളാണ്, ഒരു പവർ ബ്രോക്കറാണ്. ആ നിലയ്ക്ക് ലളിതമായി പറഞ്ഞാൽ, അതിനൊക്കെ അപ്പുറത്ത് പല സംഗതികളുമാണ്, പക്ഷേ ലളിതമായി പറഞ്ഞാൽ ഒരു പവർ ബ്രോക്കറാണ് അയാൾ. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നയാളാണ്. അപ്പോൾ അതിലൊരു വിശദീകരണം തീർച്ചയായും ഈ രാജ്യം അർഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയെക്കുറിച്ചല്ലേ തോന്നിയാസം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു വിശദീകരണം വേണ്ടേ? എന്താണ് ഈ വിശദീകരണം നൽകുന്നതിന് പ്രശ്നം എന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് സംശയമൊന്നുമില്ല. പാർലമെൻറ്റിൽ ഇതിൻ്റെ വിഷയങ്ങൾ ചോദിക്കാൻ പാടില്ല, PM ശ്രീയിൽ ചോദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇരുമ്പ് മറയ്ക്ക് അപ്പുറത്ത് നിന്നാണ് ഈ സംവിധാനത്തെ ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. ചോദ്യം ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്, പ്രസാധകർ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളും ചർച്ച ചെയ്തതാണ്. വയറടക്കം പലതും പൂട്ടുകയോ അല്ലെങ്കിൽ പിന്നീട് തുറന്നു വിടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ തന്നെ 2 ഓൺലൈൻ പോർട്ടലുകളെ അത് അടച്ചുപൂട്ടുന്ന സാഹചര്യം, എന്നേക്കുമായി മറ്റേ അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ഇതിൻ്റെ ബാക്കിയാണ് എന്നുള്ളൊരു സമഗ്രാധിപത്യ സ്വഭാവത്തോടെ തന്നെയാണ് ഇപ്പോഴും ഇടപെടാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ഈ അതേ ആയുധം വെച്ച് തിരിച്ചടിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ആശാവഹമായി ആ നിലയ്ക്ക് തോന്നുന്ന. കാരണം സുതാര്യതയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പ്രധാനമന്ത്രിയെക്കുറിച്ച് തോന്നിയാസായിരിക്കും പറയുന്നത്, ഹർദീപ് സിംഗ് പുരിയെക്കുറിച്ച് തോന്നിയാസായിരിക്കും പറയുന്നത്. അത് വിശദീകരിക്കെങ്കിലും വേണ്ടേ? നമുക്കത് കേൾക്കണ്ടേ? അത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഭൂതത്തെ തുറന്നു വിട്ടതിന് സമാനമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സഭയിലെ ഇന്നത്തെ പ്രസംഗം. അമേരിക്കൻ വ്യാപാര കരാറും എപ്സ്റ്റീൻ ഫയലും മുൻനിർത്തി രാഹുൽ ഉയർത്തിയ വിഷയങ്ങളെല്ലാം
അതീവ ഗൗരവത്തോടെ സമീപിക്കേണ്ടവയാണ്. രാഹുൽ സംസാരിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെയും ചെയറിനെയും എല്ലാം ഇന്ന് നമ്മൾ കണ്ടു. രാഹുലിൻ്റെ പ്രസംഗത്തിലെ തിരിച്ചടിയെ അയക്കാവുന്ന പരാമർശങ്ങളെല്ലാം സഭാരേഖകളിൽ നിന്ന് മാറ്റാനാണ് ഇനി ഭരണപക്ഷത്തിൻ്റെ ശ്രമം. രാഹുലിൻ്റെ പ്രസംഗം കഴിഞ്ഞ് വെറും 2 മണിക്കൂറിനകം തന്നെ താൻ എപ്സ്റ്റീനെ കണ്ടിരുന്നതായി കേന്ദ്രമന്ത്രി തന്നെ ആദ്യമായി സമ്മതിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നത് അദ്ദേഹം ഉയർത്തിയ വാദങ്ങളുടെ വിജയമായി തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്.